എവിടെ പോണേ? എവിടെ പോണേ? ഞാനേ മോള് സ്കൂളിലേ നേരം വൈകിടാ സ്കൂൾ വിട്ടിട്ടേ നേരം വൈകിട്ട് അവളവിടെ നിൽക്കണം. അവളൊന്നും കയ്യിന്റെ ഒക്കെ മാറിയാ? കയ്യിലൊക്കെ മാറി ചെറിയ സമാധാനം. എരുമ്പയുടെ കാര്യം എരുമ്പയുടെ കാര്യം പറയണ്ടെങ്കിൽ ആകെ ഒരു മേത്തലായിരുന്നു പണി. മേത്തലയില് പണി ഉച്ചക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റിട്ട് കൊടുത്ത് നമ്മുടെ ഇത് എടുക്കണല്ലോ ഷർട്ടിന്റെ പോക്കറ്റിൽ ഫോൺ അടിക്കുന്നു ഷബീറെ. ഫോൺ എടുത്ത് നോക്കിയപ്പോണ്ട് നമ്മുടെ ഭാര്യ. ആ ഫോണ് നോക്കിയപ്പോ ഞാൻ നോക്കി അപ്പൊ ബെല്ലടിക്കുന്നുണ്ട്. ആദ്യം ബെല്ലടിച്ച് പിന്നെ രണ്ടാമതും ബെല്ലടിച്ച്. ആ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് ഞാൻ നോക്കി ഇങ്ങനെ ചോദിച്ച് എന്തു ചെടിന്ന് ചോദിച്ചു. അവള് പറഞ്ഞു ചേട്ടാ ഇരുമ്പ പ്രസവിക്കാറായിന്ന്. ഇത് കേട്ട ബസ് ഞാൻ അവിടെ ഇരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു ആ കൽപ്പാണി ചട്ടിയൊക്കെ ഞാൻ അവിടെ തന്നെ കഴിയാണ്ട് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോയി ഡ്രസ്സ് മാറി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഈ റോട്ടിലെത്തിയപ്പോ ഒറ്റ വണ്ടിയില്ല ഷെബീറെ ഒരു അതല്ലേ ഒറ്റ വണ്ടിയില്ല ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കന്നെ വണ്ടിയും കാത്ത്. അവസാനം ഒരു കാലോട്ടം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. കാലോട്ടം കൈയാട്ടിയപ്പോൾ ചേട്ടാ അവിടെ പോണത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോണം, എനിക്കിങ്ങനെ വീട്ടിൽ വരുമ്പോ പ്രസവിക്കാറായിട്ടുണ്ട്, അപ്പൊ അവിടേക്ക് എത്തുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചപ്പോ ചേട്ടൻ ഒരു കാര്യം ചെയ്യ് വണ്ടി കയറാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ മുണ്ട് പടക്കി കുത്തി അങ്ങനെ തന്നെ വേഗം വണ്ടി കയറി. വണ്ടിയിൽ കയറിയപ്പോ ഉണ്ട് ഒരു മിനിറ്റാ വണ്ടിയിൽ കയറി നേരെ അവിടെ കൊടുങ്ങല്ലൂർ എത്തിയപ്പോ ഉണ്ട് നമ്മുടെ ബനാസിന് വണ്ടി വരും. ഓ അതിൽ കയറിയിരുന്ന് കുറെ നേരം കഴിഞ്ഞപ്പോ വണ്ടി ഇങ്ങനെ നമ്മള് കാളമുറി എത്തിയപ്പോണ്ട് വൈഫ് പിന്നെ വിളിക്കുന്നു. വൈഫ് ഫോൺ വിളിച്ചപ്പോ ഞാൻ ചോദിച്ച എന്തായെന്ന് വെച്ചാൽ പറഞ്ഞ് നിങ്ങൾ വേഗം വായോ, നിങ്ങൾ വേഗം വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി നോക്കിയപ്പോണ്ട് ബീഡിയില്ല. ബീഡി കഴിഞ്ഞു. നമ്മുടെ മക്കാരാപ്പട കടയിൽ കയറി ഞാൻ ബീഡി മേടിച്ച് അവിടെ നിന്ന് കത്തിച്ച് പിടിച്ച് വരുമ്പോഴത്തേനും കിഴക്കോട്ടൊരു വണ്ടി കിട്ടി, നമ്മുടെ തുമ്പിക്ക് ഒരു വണ്ടി കിട്ടി. ആ വണ്ടിയിൽ കയറി അവിടെ പോയി അവിടെ ചെന്ന് വീട്ടിലെത്തിയപ്പോഴത്തേനും മൂത്ത മാമൻ്റെ മോൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് മാമാന്ന് വെച്ചാൽ എന്നോട് എന്താണ് മാമ നല്ലത് ചേട്ടോടാ എപ്പത്തിന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പണി നിർത്തി പോന്നാണ് വിളിച്ചപ്പോ എന്ന് പറഞ്ഞപ്പോ അവള് കട്ടൻ ചായയും കൊണ്ടുവന്നു. ഞാൻ കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ചോദിച്ചു എന്താ ഐഡി ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചേട്ടാ ഇരുമ്പ പ്രസവിച്ച് അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സമാധാനം ഇരുമ്പ അങ്ങോട്ട് പ്രസവിച്ചു. ഇപ്പൊ എങ്ങനെ ഇതാക്കണ ഹലോ ഇക്ക എവിടെയാണ്? മോള് എന്റെ കൂട്ടുകാരുടെ കൂടെ വന്നിരിക്കുന്നത്. ഇക്ക എടുക്കാൻ പോയില്ല മോള്. അത് ഞാൻ വന്നിട്ട് പറയാം ഒരു അബദ്ധത്തിൽ. അതില്ലേ ഇങ്ങോട്ട് വായ. ഞാൻ പറയാം. അതെ ഫോൺ ചെയ്ത് കണ്ടേ കൊച്ചിനെ എടുക്കാൻ നേരെ വീട്ടിലേക്കല്ലടാ കൊച്ചിന്റെ അടുത്ത് കഴിഞ്ഞില്ലടാ കൊച്ചിനെ മേടിച്ചിട്ടോട്ടാ. ആൾക്കാരെ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് പോലീസല്ലേ പ്രഖ്യാപിക്കും.